ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം SSCJ അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വർഷാവർഷം എക്സാമുകൾ നടത്തുകയും റിക്രൂട്ട്മെൻറ്റ് എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതുപോലെ തന്നെ ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റെയിൽവേ അഥവാ RRB എന്ന് പറയുന്നത്. ഈ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ SSCJയുടെ 2025 എക്സാം ഡീറ്റെയിൽസും അതുപോലെ തന്നെ വേക്കൻസീസ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് വേണ്ടി എങ്ങനെ പഠിക്കണം, CBT 1ഉം CBT 2 എങ്ങനെ അപ്രോച്ച് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ SSCJ അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ 3 ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്: സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരികയും ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയും ചെയ്യുന്ന ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ 2025 SSCJE എക്സാംസിൻ്റെ ഡേറ്റ് അതുപോലെ തന്നെ ഒരു എക്സ്പെക്റ്റഡ് മന്ത് ഒക്കെ നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് ആയിട്ട് സൈറ്റിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമുക്ക് ജൂനിയർ എഞ്ചിനീയർ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ 2025 2 പേപ്പറുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് പേപ്പർ 1. പേപ്പർ 1ൻ്റെ സ്കെഡ്യൂൾ ഡേറ്റ് എന്ന് പറയുന്നത് 5 ഓഗസ്റ്റ് 2025 ഓക്കെ. നമുക്ക് പേപ്പർ 1 നടക്കാൻ പോകുന്നത് 5 ഓഗസ്റ്റ് 2025 തൊട്ട് 28 ഓഗസ്റ്റ് 2025 ഉള്ളിലാണ്. അതായത് 5 തൊട്ട് 28 നമുക്ക് നമ്മുടെ CBT 1 അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ടയർ 1 നടക്കുന്നതാണ്. ടയർ 2 എക്സാമിൻ്റെ ഡേറ്റ് ആണ് ഒക്ടോബർ ടു നവംബർ 2025. അതായത് ഒക്ടോബർ നവംബറിനുള്ളിൽ CBT 2 നമുക്ക് അല്ലെങ്കിൽ ടയർ 2 നമുക്ക് നടക്കും. സോ ടയർ 1 എന്ന് പറയുന്ന ഓഗസ്റ്റിലും അതുപോലെ തന്നെ ടയർ 2 ഒക്ടോബർ ടു നവംബറിനുള്ളിലാണ് നമുക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രകാരം SSCJE ജൂനിയർ എഞ്ചിനീയർ എക്സാമിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. സോ നമുക്കറിയാം ഒരുപാട് എക്സാംസ് നമുക്കുണ്ട്. RRB JE CBT 2 ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ടെക്നിക്കൽ പോർഷൻ നമുക്ക് ഒരുപോലെ തന്നെ പഠിച്ച് പോകാൻ പറ്റുന്ന ഒരു എക്സാമാണ് SSCJE. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കണം. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണുള്ളത് വരുന്ന സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമുക്ക് 2023-ലെയും 2024-ലെയും വേക്കൻസീസ് ഒന്ന് നോക്കാം. നമുക്ക് സിവിലിൻ്റെയും മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ, സിവിലും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എല്ലാ വേക്കൻസീസും ഞാൻ പറയുന്നുണ്ട്. ആൻഡ് 2025 നമുക്ക് സിവിലിന് മാത്രം റിപ്പോർട്ട് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 1145 1145. ആൻഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കലിന് ടോട്ടലി 229 വന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 2023-ലാണ് ഇത് പറയുന്നത്. ആൻഡ് വെൻ വി ആർ കമ്മിങ് ടു 2024 വരുന്ന സമയത്ത് ഈ 1145 എന്നുണ്ടായിരുന്ന വേക്കൻസി സിവിലിൻ്റെത് 1264 ഉയർന്നു. അതായത് വേക്കൻസിയുടെ എണ്ണം കൂടുകയാണ് ചെയ്തത്. ആൻഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കലിൻ്റെയും അതുപോലെ തന്നെ 229 കിടന്നത് ഇരട്ടിയായി 501 വന്നു. അപ്പോൾ ടോട്ടൽ 2023-ലുണ്ടായിരുന്ന വേക്കൻസി 1374, 2024 1765 വേക്കൻസീസുമാണ് വന്നത്. ഓക്കെ. അപ്പോൾ ഇനി 2025 വേക്കൻസി ലിസ്റ്റ് ഇതുവരെ SSC ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും ടോട്ടൽ വേക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2000 ആയിരിക്കും. അപ്പം 2025 നടക്കുന്ന JE എക്സാം സിവിലുകാരും മെക്കാനിക്കലുകാരും ഇലക്ട്രിക്കലുകാരും മനസ്സിലാക്കേണ്ടത് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2000 ആയിരിക്കും. ഓക്കെ. ആൻഡ് ഈ 2000-ൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും 1500 എങ്കിലും സിവിലുകാർക്ക് കിട്ടും, ബാക്കി മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാഞ്ചസ് അറിഞ്ഞ് പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 2025 എന്ന് പറയുന്നത് SSCJE അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. ഇനി നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, സിവിലുണ്ട്. ആസ് ഐ ടോൾഡ് അതിൽ ഫസ്റ്റ് വൺ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഉണ്ട്. അത് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. പിന്നെ അതിനുശേഷം ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഉണ്ട്. അതും മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലാണ്. അവിടെ മെയിൽ മാത്രമേ എടുക്കത്തുള്ളൂ ഏത് ബ്രാഞ്ച് ആണെങ്കിലും. പിന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ CPWD സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ CPWD, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ CWC എന്ന് പറയും, ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഫറാക്ക ബാരേജ് പ്രോജക്ട് മിനിസ്ട്രി ഓഫ് ജൽശക്തി. അതുപോലെ തന്നെ അത് ജൂനിയർ എഞ്ചിനീയർ സിവിലിലും ഫറാക്ക ബാരേജ് പ്രോജക്റ്റിലേക്ക് വേക്കൻസീസ് വരാറുണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് അഥവാ MES,
ദെൻ സിവിലിലും MESലേക്ക് നമുക്ക് പോസ്റ്റുകളുണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ജലശക്തി തന്നെയാണ്, അത് തന്നെ സിവിലിലും ഉണ്ട്. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ക്വാളിറ്റി അഷ്വറൻസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, അതും മെക്കാനിക്കലിലും സെയിം പോസ്റ്റ് ഉണ്ട്. സിവിലിൽ നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ക്വാളിറ്റി അഷ്വറൻസ് വരത്തില്ല, ബാക്കി എല്ലാ പോസ്റ്റുകളും സിവിലുകാർക്ക് വരും. ഇത് രണ്ടും മെക്കാനിക്കലിന് മാത്രം റിസർവ്ഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. SSCJയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എലിജിബിലിറ്റി ആണ്. എന്താണ് നമ്മുടെ എലിജിബിലിറ്റി, നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. ഇപ്പോൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ssc.gov.in ആണ്. അതുപോലെ തന്നെ നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് BTech അല്ല, ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതെങ്കിലും BTechും അതിൻ്റെ ഉയർന്ന യോഗ്യതയുള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. ആൻഡ് നമുക്ക് 2 ടയറായിട്ട് നടക്കുന്ന പരീക്ഷയാണ്. CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, CBT 2 ഉണ്ട്. CBT 2-നകത്ത് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് ആണ്, CBT 1-നകത്ത് കാൽക്കുലേറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ഒരു നേച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആസ് ഐ ടോൾഡ് 2 സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT 1 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 2. CBT 1 ക്വാളിഫൈ ആവുന്നവരായിരിക്കും CBT 2-ൽ അപ്പിയർ ചെയ്യുന്ന സ്റ്റേജ് 2-ലേക്ക് കിടക്കുന്നത്. അതും പാസ്സാവുന്നവർ സ്റ്റേജ് 3 ആയ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്ക് വരും. നമ്മൾ RRBയിൽ പോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ RRB യു വിൽ ബി ഹാവിങ് എ മെഡിക്കൽ ടെസ്റ്റ്. ഇവിടെ മെഡിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഇനി നമുക്ക് SSCJയുടെ CBT 1-ൻ്റെ പരീക്ഷയുടെ നേച്ചർ എങ്ങനെയായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് ഒരുവിധം എല്ലാ എക്സാമുകൾക്കും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ PSU എക്സാംസിനെല്ലാം തന്നെ ടെക്നിക്കൽ എബിലിറ്റിയുടെ കൂടെ നമുക്ക് നമ്മുടെ ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ എബിലിറ്റി അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എക്സാമിനും. നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ മീഡിയം അവൈലബിൾ ആണ്. നമുക്ക് ഇംഗ്ലീഷ് മാത്രം നോക്കിയാൽ മതി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 200 ആണ്. ആൻഡ് നമ്പർ ഓഫ് മാർക്സും 200 ആണ്. 2 മണിക്കൂറാണ് നമ്മുടെ സമയം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് 200 ക്വസ്റ്റ്യൻസ് 2 മണിക്കൂർ, അതായത് 120 മിനിറ്റ് കൊണ്ട് എത്തിപ്പെടണം. വിച്ച് മീൻസ് ലെസ് ദാൻ 1 മിനിറ്റ് നമുക്കൊരു ചോദ്യത്തിന് കിട്ടുള്ളൂ. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ CBT 1 എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ടൈമാണ്. ടൈം മാനേജ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തെറ്റാതെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് CBT 1 ക്വാളിഫൈ ചെയ്യാൻ. 150 നമുക്ക് 200-ൽ 150 അടുപ്പിച്ച് സ്കോർ വേണം. അപ്പോൾ ആ സ്കോർ കിട്ടണമെങ്കിൽ എത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സബ്ജക്ട്സ് CBT 1-ന് 3 എണ്ണം ഉണ്ടാവുക. ഒന്ന് സിവിലുകാരാണെങ്കിൽ അവരുടെ ടെക്നിക്കൽ എബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മെക്കാനിക്കൽ ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇലക്ട്രിക്കൽ ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് 100 മാർക്ക്, അതായത് നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്കിന് വെയിറ്റേജ് ഉണ്ട്. അപ്പം നോക്കിക്കോളൂ, 200 മാർക്കിൽ 50% മാർക്ക് ആര് തന്നെയാണ് തരുന്നത്? ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് തരുന്നത്. ബാക്കി 100 മാർക്കിൽ വരുന്നത് ജനറൽ അവയർനെസ് 50 മാർക്കും റീസണിങ് 50 മാർക്കുമാണ്. ഓക്കെ, അപ്പം മനസ്സിലാക്കുക, ജനറൽ അവയർനെസ്സും റീസണിങ്ങും കൂടെ ചേർന്ന് 100 മാർക്കും ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്കുമാണ് CBT 1 എക്സാമിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഉണ്ട്, 1/4 നെഗറ്റീവ് നമുക്ക് ഡിഡക്റ്റായി പോകും. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനകത്ത് മെയിൻലി വരുന്ന കാര്യങ്ങൾ സാധാരണ നമ്മുടെ എല്ലാ എക്സാംസിനും വരുന്ന റീസണിങ് പാർട്ട് തന്നെയാണ്. അതായത് നമുക്ക് എന്തൊക്കെയാണ് വരിക? സിമിലാരിറ്റീസ്, അനലോഗീസ്, അതുപോലെ ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, പ്രോബ്ലം സോൾവിങ്, പിന്നെ ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്, അർത്ഥമെറ്റിക്കൽ റീസണിങ്, വെർബൽ ആൻഡ് ഫിഗർ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് സാധാരണ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞ് സാധാരണ ലെവലിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് റീസണിങ് പാർട്ടിൽ ഉണ്ടാവുക. ഇനി ജനറൽ അവയർനെസ്സിനകത്ത് വരുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി വരും, കൾച്ചർ വരും, ജോഗ്രഫി, എക്കണോമിക്സ്, ജനറൽ പോളിറ്റി, സയൻറ്റിഫിക് റിസർച്ച്. ഇതെല്ലാമാണ് നമുക്ക് എന്തിനകത്ത് വരുന്നത്? ജനറൽ അവയർനെസ്സകത്ത് വരുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചോദ്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് RRB, JEE, CBT 1-ന് പ്രിപ്പയർ ചെയ്തവർക്ക് അവിടെയും ജനറൽ അവയർനെസ് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് സെയിം കണ്ടൻറ്റ് തന്നെ ഇവിടെയും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക്
നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഇനി ഈ വീഡിയോയിൽ പറയുന്ന ഫുൾ സിവിൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ജനറൽ കാൻഡിഡേറ്റ്സ് ലൈക്ക് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കലുകാർ വീഡിയോയുടെ ഇവിടെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് കാണണം എന്നില്ല. ബട്ട് സിവിലുകാർക്ക് ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് 2 പാർട്ടായിട്ടാണ് വരിക. സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗും ഉണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, കോൺക്രീറ്റ് ടെക്നോളജി, RCC, സ്റ്റീൽ ഡിസൈൻ ഇത്രയും ഉണ്ടാവും. ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിനകത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, എസ്റ്റിമേറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, സർവേയിങ്, സോയിൽ മെക്കാനിക്സ്, ഹൈഡ്രോളിക്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് നമ്മുടെ കോർ സബ്ജക്ട്സ് ഇത്രയും പാർട്ടേ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരും. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ സ്ട്രക്ചറൽ സബ്ജക്ട്സ് വരും. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ CBT 1ൻ്റെ കട്ട് ഓഫുകളൊന്ന് നോക്കാം. 2023ലെയും 2024ലെയും ഇവിടെ എഴുതി നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണ്. ആൻഡ് കാറ്റഗറി വൈസ് ആണ് നമുക്ക് കട്ട് ഓഫ് വരുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമുക്ക് 2023 108.16 ആണ്, 2024 122, അതായത് 123 എന്ന് പിടിച്ചോളൂ. 2025 എത്തുമ്പോൾ ഇനിയും കൂടും, ബിക്കോസ് നിങ്ങൾക്ക് ഈ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ മുന്നേ തന്നെ 150 മാർക്കെങ്കിലും വാങ്ങിക്കണം എന്ന് ആദ്യമേ പറഞ്ഞത്. സോ അൺറിസർവ്ഡ് ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അറൗണ്ട് 150 തന്നെ വരണം. ഓക്കെ, ഇനി OBC ആണെങ്കിൽ 2023 106 ആയിരുന്നു, 2024 എത്തിയപ്പോൾ അത് 116 ആയി. ആൻഡ് SC 89, 101, ST 87 and 97, EWS അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ 98.91, 109.20. ഇതായിരുന്നു നമ്മുടെ 2023ലെയും 2024ലെയും CBT 1ൻ്റെ കട്ട് ഓഫ് എന്ന് പറയും. ഇനി നമുക്ക് സബ്ജക്റ്റ് വെയിറ്റേജ് ഒന്ന് നോക്കാം. CBT 1ൻ്റെ സബ്ജക്റ്റ് വെയിറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് സബ്ജക്ട്സ് എടുക്കുവാണെങ്കിൽ സിവിലിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി, അല്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ടെക്നോളജിക്കകത്ത് 2018 25, 19 14, 20 14, 22 13, ആവറേജ് 15 തന്നെയാണ് വരിക. ദെൻ സർവേയിങ് എടുത്താൽ ആവറേജ് 12 വരും. സോയിൽ മെക്കാനിക്സ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് 10, ഇറിഗേഷൻ ആൻഡ് ഹൈഡ്രോളജി ആവറേജ് 10 ആണ്, RCC 10 ആണ്, ട്രാൻസ്പോർട്ടേഷൻ 9 ആണ്, ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് 9, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് OCH 10 മാർക്ക്. അപ്പോൾ ഓൺ ആവറേജ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജിക്കും അതുപോലെ തന്നെ സർവേയിങ്ങുമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർക്ക് 15. ബാക്കി എല്ലാത്തിനും ഈക്വലി ഒരേ വെയിറ്റേജ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഒക്കെ ആദ്യം വെയിറ്റേജ് 2020 വരെ കുറവായിരുന്നു, പിന്നീട് കൂടി വന്നതാണ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങും എല്ലാം. ഓക്കെ, ഇനി നമുക്ക് 2024ലെ എക്സാം അനാലിസിസ് ആണ് കാണിക്കുന്നത്. നമുക്ക് സോയിൽ മെക്കാനിക്സിൽ നിന്ന് ഓരോ ഷിഫ്റ്റുകളായിട്ട് 4 ഷിഫ്റ്റായിട്ട് നടന്ന പരീക്ഷയാണ്. ഷിഫ്റ്റിൻ്റെ ആവറേജ് ആണ് കാണിക്കുന്നത്. സോയിൽ മെക്കാനിക്സിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, എസ്റ്റിമേഷനിൽ നിന്ന് 8, RCCയിൽ നിന്ന് 9.25, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് തിയറി ഓഫ് സ്ട്രക്ചറിൽ നിന്ന് 6, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അഗെയിൻ 14.75 ആണ് ആവറേജ് വന്നിരിക്കുന്നത്. ഹൈവേ 9, റെയിൽവേ പ്ലസ് എയർപോർട്ട് 1, സ്റ്റീല് 2, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് 10.5, ഓപ്പൺ ചാനൽ ഫ്ലോ 1.25 ആണ് ആവറേജ്. എൻവയൺമെൻറ്റ് വരുന്നത് 10.25, സർവേ 9.25, ഇറിഗേഷൻ 7 ആണ്, ഹൈഡ്രോളജി 2.5. ടോട്ടലി നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെയും നമുക്ക് വെയിറ്റേജ് കൂടുതൽ നിൽക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷന് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഈ 10.5 വന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് പ്ലസ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ് വരുന്നത്. അതുപോലെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്ട്സിന് പ്രിഫറൻസ് കൊടുത്ത് പഠിക്കുക. അതിനാണ് ഈ അനാലിസിസ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈലി വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കോൺക്രീറ്റ് ടെക്നോളജി, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കോൺക്രീറ്റ് ടെക്നോളജി ചേരുന്നതാണ്. 15 മുതൽ 16 മാർക്ക് നമുക്ക് വെയിറ്റേജ് ഉണ്ട്. ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് 11 തൊട്ട് 12 മാർക്ക്, എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് 10 തൊട്ട് 11 മാർക്ക്, പിന്നെ RCC ആണ് 9 തൊട്ട് 10, സോയിൽ മെക്കാനിക്സ്, സർവേയിങ്, ഹൈവേ എല്ലാം 9 തൊട്ട് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് 8 to 9 മാർക്ക്. സോ ഇവരെല്ലാം ഈക്വൽ പ്രിഫറൻസ് ആണ്. RCC, സോയിൽ മെക്കാനിക്സ്, സർവേയിങ്, ഹൈവേ എഞ്ചിനീയറിംഗ് ഇവയ്ക്കെല്ലാം ഈക്വൽ പ്രിഫറൻസ് ആണുള്ളത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവർ 3 പേരാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നോളജി അല്ലെങ്കിൽ കോൺക്രീറ്റ് ടെക്നോളജി, ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇവർ 3 പേർക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഒരുപാട് വ്യത്യാസമില്ല എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിനും ബാക്കി സബ്ജക്ട്സുമായിട്ട് എടുക്കുമ്പോഴത്തേക്കും.
സോ ഇത്രയുമാണ് നമ്മുടെ CBT 1ൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ SSC JEE ഈസ് ഗിവിങ് യു എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. 2000ഓളം വേക്കൻസീസുമായാണ് 2025 SSC JEE നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. സോ ബാക്കിയുള്ള എക്സാംസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ റെയിൽവേക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ജനറൽ അവയർനെസ് നോക്കിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ടെക്നിക്കൽ പോർഷൻസ് കൂടെ നോക്കി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത് ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങും. നമ്മുടെ SSC JEE കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഫോം ഫില്ല് ചെയ്താൽ മതി. അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.